തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസം പിന്നിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് എത്ര നേതാക്കളുണ്ടെന്ന് നമുക്ക് സംശയമായിരുന്നു. വി.ഡി. സതീശൻ ഒരു അഭിപ്രായം പറയും, രമേശ് ചെന്നിത്തല വേറൊന്ന് പറയും, ഇനി കെ.സി. വേണുഗോപാൽ പറയുമ്പോൾ മറ്റൊന്ന് പറയും. എന്തൊക്കെയോ നേതാക്കൾ ഏതൊക്കെയോ കാര്യങ്ങൾ അഭിപ്രായം പറയുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്ന് ആ പടിവാതിൽക്കെത്തി ആ സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ ഒരു പീഡന പരാതി വരുന്നു. അതിനൊക്കെ വളരെ കൃത്യമായിട്ട് മറുപടി പറയുന്നു. കോൺഗ്രസ് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകുന്നു. വളരെ വലിയ വർക്കൊന്നും നടത്തിയില്ലെങ്കിലും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ താലത്തിൽ വെച്ച് അവർക്ക് അധികാരം കയ്യിലേക്ക് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വി.ഡി. സതീശൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ നേതാവായിട്ട് മാറുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി വി.ഡി. സതീശനാണോ? ഇപ്പം നിലവിലുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യായമായിട്ടും ഇപ്പം UDF ഇപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക സർക്കാർ തിരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള ഒരു വിജയം അതിൻ്റെ ഇത്രയും തോതില്ലെങ്കിൽ പോലും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഇപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഇതുപോലെ തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ചിലപ്പോൾ വന്നിരിക്കും. പക്ഷേ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തികച്ചും മുഖ്യമന്ത്രി സ്ഥാനം അർഹമായത് വി.ഡി. സതീശന് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. രണ്ട്, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇതുവരെ കോൺഗ്രസ് നേതൃത്വം കാണിക്കാത്ത രീതിയിലുള്ള ഒരു അത്യാവശ്യം ഒരു പഠനങ്ങൾ നടത്തിയും ആസൂത്രണം ചെയ്തുള്ള ഒരു പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നതിൽ വി.ഡി. സതീശൻ കാര്യമായ ശ്രദ്ധയിലെത്തുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ഇവിടെ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞ സംഗതിയാണ്. പിണറായി വിജയന്റെ ഇന്നത്തെ അത്രയും ആക്ഷേപിതമായ ഒരു അന്തരീക്ഷം അന്ന് ഉണ്ടായിരുന്നില്ല. ഈ മുഴുവൻ ക്യാബിനറ്റ് മന്ത്രിമാരും വന്ന് കയറി ഇറങ്ങി നടന്നു, ഓരോ വീടുകളിലും കയറി വോട്ടഭ്യർത്ഥിച്ച് നടന്നു. ഈ അരകല്ലിൽ ചമ്മന്തി അരയ്ക്കുന്ന വീടുകളുണ്ടെങ്കിൽ അതിനകത്ത് ചമ്മന്തി എടുത്ത് ഉപ്പ് നോക്കിയിട്ട് വരെ ഈ മന്ത്രിമാര് എന്നിട്ട് പോലും ഗംഭീര ഭൂരിപക്ഷത്തില് UDF ജയിച്ചു. അപ്പൊ അതിനുശേഷം നടന്നിട്ടുള്ള സംഗതികളെല്ലാം ഈ ഒരു ടീം വർക്ക്. ഇപ്പം സതീശൻ പറയാറുണ്ട്, പരാജയപ്പെടുകയാണെങ്കിൽ ഉത്തരവാദിത്വം എൻ്റെ തന്നെയാണ്, വിജയിക്കുകയാണെങ്കിൽ ടീമിന്റെയാണ്. പക്ഷെ ഈ കോൺഗ്രസിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടുത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കോൺഗ്രസിന്. അതില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് അല്ലത്. അപ്പം അതിനുശേഷം ഒരു ടീം വർക്കിലേക്ക് അത് മോണിറ്റർ ചെയ്യുന്നതിൽ ഈ വി.ഡി. സതീശൻ കാര്യമായ അധ്വാനം നടത്തുന്നുണ്ട്. അതിപ്പം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ നോക്കി അറിയാം, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നോക്കി അറിയാം. അതിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ വളരെ സജീവ അംഗങ്ങളായിരുന്നു കേട്ടോ ഈ ടീമിനകത്ത്. പക്ഷെ എങ്കിലും ഈ ഒരു ടീം വർക്കിലൂടെ ഒരു അപ്രോച്ച് വെച്ചിട്ട്, അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിന്നെ കോൺഗ്രസ് എടുത്ത ഒരു സമീപനമുണ്ട്. കാരണം അവരുടെ പ്രാദേശിക ഘടകങ്ങൾ താഴെത്തട്ടിൽ ഒരു ശക്തിയില്ലാതെ കിടക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൂത്ത് കമ്മിറ്റി പോലും സ്ലിപ്പ് കൊടുക്കാൻ പോലും ഇല്ലാത്ത രീതിയിൽ ഇപ്പൊ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും സ്ലിപ്പ് കൊടുക്കാൻ പോലും കോൺഗ്രസിന് ആൾക്കാരില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ തട്ടിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കന്മാരെ ഓരോ സ്ഥലത്തും മത്സരിപ്പിക്കുന്ന പ്രക്രിയയിലേക്ക് വന്നു. ഉദാഹരണത്തിന് ശബരിനാഥ് തിരുവനന്തപുരത്ത് മത്സരിച്ചു. കോർപ്പറേഷൻ കിട്ടില്ല എന്നറിയാം, പക്ഷെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് മത്സരം കാഴ്ചവെച്ച് നിലവാരം സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു തിരുവനന്തപുരത്തെ ലക്ഷ്യം. അത് സാധിച്ചു. അതോടൊപ്പം തന്നെ അനിലക്കര MLA ആണ്, ശബരിനാഥ് MLA ആയിരുന്നു. അനിലക്കര അടാട്ട് പഞ്ചായത്തിൽ, അവിടെ അദ്ദേഹം മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. സാധാരണ ഒരാൾ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞ് പിന്നെ MLA ആകുക എന്നുള്ളതാണ് അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ DYSP ആയിട്ട് പിന്നെ SI ആവില്ലല്ലോ. അതുപോലെ ഈ അവിടെ ഈ അനിലക്കരെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. അപ്പൊ ഈ രീതിയിലുള്ള ഇപ്പം അഗസ്തി ജയിച്ചില്ല, പക്ഷെ ഇങ്ങനെയുള്ള സംസ്ഥാന നേതൃത്വത്തിലുള്ള ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയതോടുകൂടി ചില ആൾക്കാർ ജയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ സാന്നിധ്യം അവിടുത്തെ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. കാര്യം ഒട്ടുമില്ലാതെ തന്നെ. അപ്പൊ അവിടെയാണ് പറഞ്ഞാൽ അവരുടെ വീക്ക്നെസ്സിനെ മനസ്സിലാക്കിയിട്ട് ആ വീക്ക്നെസ്സിനെ, അവരുടെ കയ്യിലുള്ള സ്ട്രെങ്ത് ആവുന്ന ലീഡർഷിപ്പിനെ താഴേക്ക് കൊണ്ടുപോയി ആ സ്ട്രെങ്ത് പകർന്ന് പ്രാദേശിക ഘടകങ്ങളെ സജീവമാക്കി. ഇപ്പൊ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 501 അല്ലെ 500 മുകളിൽ ഈ പറഞ്ഞ പോലെ പ്രാദേശിക പിന്നെ ഈ ഗ്രാമപഞ്ചായത്തുകൾ
അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ അവിടെയായിരുന്നു. പക്ഷെ ഈ ഒരു പ്രക്രിയയിലൂടെ 501 500-ന് മുകളിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ കോൺഗ്രസ് വിജയം നേടി. അതിന്റെ അർത്ഥം അവിടെയെല്ലാം ഭരണത്തിലായി എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഭരണത്തിലാവുമ്പോഴത്തേക്ക് പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും, ചലനമുണ്ടാവും. പിന്നെ ഒരു വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുള്ളത് ഇല്ലാതായി പോകും. അങ്ങനെ ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. പക്ഷെ എങ്കിലും ഈ 500 ഗ്രാമപഞ്ചായത്തുകളിലും സജീവമായിട്ട് ഈ കോൺഗ്രസ് വീണ്ടും പുനരുജ്ജീവിച്ചു എന്നുള്ളതാണ്. ഇത് വലിയൊരു സ്ട്രെങ്തിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകും. ഇവിടെയാണ് ഈ വി.ഡി. സതീശന്റെ ടീം കോൺഗ്രസ് എന്നുള്ളൊരു കൺസെപ്റ്റ് വിജയിക്കുന്നത്. ഇപ്പൊ കെ മുരളീധരൻ തിരുവനന്തപുരത്തിന് ചുമതല കൊടുത്തു, വി.ഡി. സതീശൻ എറണാകുളത്തിന്റെ ചുമതല ഏറ്റെടുത്തു. എറണാകുളത്തൊക്കെ അതിഗംഭീരമായ വിജയം കാഴ്ചവെച്ചിരിക്കുന്നു, അല്ലേ? ഇപ്പൊ മധ്യ കേരളത്തിൽ, അപ്പം തെക്കൻ കേരളത്തിൽ തുടങ്ങി മധ്യ കേരളത്തിൽ ഉടനീളം അവിടെയാണ് കോൺഗ്രസ് പഠിക്കുമെന്ന് പറഞ്ഞത്. കോൺഗ്രസിനോട് അറിയില്ല എങ്ങനെ ഇത്രയും വിജയിച്ചു എന്നുള്ളത്. അപ്പൊ അവർ നന്നായിട്ട് അധ്വാനിച്ചു എന്നുള്ളത് സത്യമാണ്. അവർ അധ്വാനിച്ചു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ CPM-കാരുടെ അമിത ആത്മവിശ്വാസം, BJP CPM-ന്റെ ഉള്ളറകളിലേക്ക് കടന്നു കയറുന്നത്, ഇതുമൊക്കെ കോൺഗ്രസ് തീർച്ചയായിട്ടും കൊച്ചി കോർപ്പറേഷൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തമ്മിലടി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ഭരണം ഇത്തവണ അവർ ഊർജ്ജസ്വലമായിട്ട് ഒരുമിച്ച് നിന്നപ്പോൾ സിമ്പിൾ ആയിട്ട് തിരിച്ചെടുക്കാൻ പറ്റും. കണ്ണൂരിൽ CPM-ന്റെ കോട്ടയം അവിടുത്തെ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നു, അല്ലെ? അപ്പൊ ചെറിയൊരു നേട്ടമായിട്ട് BJP 4 സീറ്റോ 6 സീറ്റോ കൊണ്ട് നേടി. BJPക്ക് CPM എപ്പോ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നോ, അമിത അഹങ്കാരം പ്രകടിപ്പിക്കുന്നോ, അവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് നടത്താൻ വേണമെങ്കിൽ കോൺഗ്രസിന് സാധിക്കുമെന്ന് അവർ തന്നെ തെളിയിക്കുകയാണ്, അല്ലെ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, വേറൊരു കാര്യം കാണേണ്ടത്, പൊതുവെ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ ടെലിവിഷനിലൊക്കെ കാണുന്ന നീണ്ട ക്യൂകളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചെറുപ്പക്കാർ താരതമ്യേന കുറവായിരുന്നു. തെക്കൻ കേരളം, ഈ മധ്യ കേരളത്തിലൊക്കെ എറണാകുളത്തൊക്കെ നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു. പിന്നെയും വടക്കൻ കേരളത്തിൽ ഉണ്ട്. എങ്കിലും ചെറുപ്പക്കാർ നല്ല ശതമാനം പുതിയ വോട്ടർമാര് വോട്ട് ചെയ്യാനുള്ള കൗതുകത്തിന് വോട്ട് ചെയ്ത കുറെ കുട്ടികളുണ്ട്. അവരിലൊരു നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റവും കൂടി ഈ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ത്യ, അപ്പൊ അവർക്ക് ഈ എത്ര തന്നെ പണ്ടൊക്കെ ഇപ്പം ദേശാഭിമാനി എഴുതി വയ്ക്കുന്ന കാര്യങ്ങളെ ആൾക്കാർ വിശ്വസിക്കത്തുള്ളായിരുന്നു, പാർട്ടി അംഗങ്ങൾ. ഇപ്പൊ അതല്ല, സോഷ്യൽ മീഡിയ ഉണ്ട്. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ അവർക്കറിയാം, എന്താണ് വരുന്ന മാറ്റങ്ങൾ എന്നറിയാം. അപ്പൊ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് തങ്ങൾക്ക് സാധ്യതയുണ്ടോ, കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. അപ്പം മാറ്റം വേണമെന്നുള്ളൊരു ആഗ്രഹം ഇവരിൽ വരുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഒരുപാട് ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പുകളിലേക്ക് വിജയിപ്പിക്കുന്നതിനകത്തൊക്കെ വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ ഒരു പാഠവും പ്രയോഗിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവാണ്. അതുമാത്രമല്ല, ഇപ്പൊ കോൺഗ്രസിനകത്ത് ഒരു ചാഞ്ചാട്ടമില്ലാത്ത, അത്യാവശ്യം സമൂഹത്തിന്റെ മനസാക്ഷിയോട് ചേർന്ന് നിൽക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വി.ഡി. സതീശൻ പല സന്ദർഭങ്ങളിൽ അത് വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സ്വാഭാവികമായി PV അൻവർ LDF-ൽ നിന്ന് വിട്ടു വരുമ്പോഴത്തേക്ക് അവിടെ LDF-നെ പരാജയപ്പെടുത്താൻ 2 കൈ നീട്ടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ പോലും ജയിക്കുന്ന അഹങ്കാരം അൻവറിനുണ്ടായിരുന്നു. ആ അൻവറിന് ഒരു കാരണവശാലും UDF-ലേക്ക് വേണ്ട എന്നൊരു അവിടെയാണ് ഒരു ധാർമ്മികവും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തത്. അത് മാത്രമല്ല, UDF-ന്റെയും കോൺഗ്രസിനകത്ത് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് സതീശൻ ആ സ്റ്റാൻഡ് എടുത്തത്. അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിൽ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടി അംഗത്തിനെതിരെ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേങ്കിൽ വി.ഡി. സതീശനായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള 1-2 സന്ദർഭങ്ങളിലെ അവിടെയൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ചില ക്യാരക്ടർ ഈ പറഞ്ഞതുപോലെ ഒരു ലീഡർഷിപ്പിന്റെ സ്വഭാവം കാണിക്കുന്നത്, ചില നിലപാടുകൾ, ഒരു അയവൊഴിഞ്ഞ സംഭവം ഇല്ലാത്ത രീതിയിൽ. അപ്പൊ അതൊക്കെ ഒരു ലീഡർക്ക് ആവശ്യമാണ്. ചില സന്ദർഭങ്ങളിൽ ചില നിലപാടെടുക്കേണ്ടത്. പാർട്ടിക്ക് പ്രത്യക്ഷത്തിൽ ദോഷം ചെയ്യും എന്ന് കണ്ടാൽ പോലും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമല്ലോ. അതാണല്ലോ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ചില ക്വാളിറ്റീസ് ഒക്കെ സതീശനിലുണ്ട്. ഈ വർക്ക് സംഘടിതമായി കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം അത്യാവശ്യം വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം പൂർണ്ണന്മാരായ ആരും ഉണ്ടാവില്ലല്ലോ. നമുക്കൊരു ഐഡിയൽ വേൾഡിനെ കുറിച്ച് സ്വപ്നം കാണാം, പക്ഷെ ഒരിക്കലും മനുഷ്യന് ഐഡിയൽ വേൾഡിൽ ജീവിക്കാൻ പറ്റില്ല. അതേസമയത്ത് ഐഡിയൽ വേൾഡിനെ കുറിച്ചിട്ടുള്ള എപ്പോഴും സങ്കല്പം നമുക്ക് ഉണ്ടായിരിക്കുകയും വേണം. ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ നടന്നിട്ടാണെങ്കിലും 2 അടി അങ്ങോട്ട് തെക്കോട്ട് വെച്ചാൽ നമ്മൾ 2 അടി തിരുവനന്തപുരത്തേക്ക് അടുത്തു എന്നുള്ളതാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അവിടെ എത്രയോ നിർബന്ധമില്ല, അവിടെ അടുക്കെങ്കിലും ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ
നോക്കുമ്പോഴത്തേക്ക് സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഒരുപാട് പേര് കുപ്പായം വെച്ചിട്ടുണ്ട്. കെ സി വേണുഗോപാല് തീർച്ചയായിട്ടും ഒരു ഉറച്ച ആ, പ്രതീക്ഷയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് സംശയമാണ്. അപ്പൊ അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില പിന്നെ രംഗപ്രവേശങ്ങൾ ചെയ്തിട്ട് അദ്ദേഹം സാന്നിധ്യം അറിയിക്കുന്നു. ഇങ്ങനെയൊക്കെ എല്ലാവരും കൊണ്ട് വഴക്കിടുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യം ഞാനേ ഉള്ളൂ എന്നുണ്ട് കെ മുരളീധരനുണ്ട്. അതെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനൊക്കെ സാധ്യത ഉണ്ടാവാൻ സാധ്യതയില്ല. വി ഡി സതീശൻ തന്നെയായിരിക്കും UDF വരികയാണെങ്കിൽ മുഖ്യമന്ത്രി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.